പിണറായി വിജയനും ഒക്കെ ഈ സനാതനധർമ്മത്തെയൊക്കെ അവഹേളിക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ രാഷ്ട്രീയക്കാരെന്തിനാണ് ഈ വിശ്വാസത്തിൽ ഇടപെടുന്നത്? എൻ്റെ വിശ്വാസം എന്താണ്, ഞാൻ പൊക്കോണം. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ വിശ്വാസം അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണമെന്നാണ്, ഞാൻ ഊരിക്കോണം. ഊരണ്ടാണ് ഊരാണ്ടാ പൊക്കണം. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത ഈയനും തർക്കങ്ങൾ. ഈ പിണറായിയുടെ വിവരക്കേടാ ഇത്. പിന്നെ അങ്ങനെയൊന്നും ഇതൊക്കെ മിണ്ടാൻ പോകുന്നത്. പലതായിട്ട് ആലോചിക്കും ഭേദമാകരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ അത് മിണ്ടണ്ടായിരുന്നു. പുള്ളി സ്വാഭാവികമാണ് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞു പോയതാണ്. പിന്നെ വേറൊരു കാര്യം നീ, ചില ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെ നടക്കാനാ. പിണറായിക്ക് വിശ്വാസമില്ലെന്ന് ഓർക്കണം, ദൈവവിശ്വാസം ഇല്ലയാണ്. അവിടെ ശബരിമലയായിട്ട് 2 പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് പിണറായി ഇല്ലേ, ഞാനല്ല പോയി തടഞ്ഞത്. എന്നാ വലിയ സംഘർഷമായിരുന്നു. വാശിയെന്ന് പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ കയറി കാണിച്ചില്ല. എത്ര പോലീസ് വെടിവെപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനും തോക്കൻ്റെ ഇരിപ്പുണ്ട്, വെടിവെപ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പിണറായി ഒരു ദൈവവിശ്വാസിയല്ല, അങ്ങനെ ഒരു നാസ്തികൻ എന്ന അതും പരസ്യമായിട്ട് പറയുന്ന കള്ളത്തരമൊന്നും വിളിക്കും. ഞാൻ ദൈവവിശ്വാസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് ദൈവത്തെ ഓർത്ത് വേറെ വല്ലതും ഓർത്ത് പറയാമെന്ന് ചോദിക്കും എന്നോട് പല പ്രാവശ്യം. അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ അതുകൊണ്ടല്ലേ ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ പറഞ്ഞോട്ടെ. ഈ ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ? ശബരിമലയുടെ ചരിത്രത്തിൽ 300 കൊല്ലത്തെ ചരിത്രമുള്ളൂ, അതിന് മുകളിലോട്ടില്ല. ശബരിമല എന്ന് പറയുന്നത് ശാസ്താവെന്ന് ശബരിമല അയ്യപ്പൻ 12 രാജകൊട്ടാരത്തിൽ ജനിച്ചതെന്നുള്ള ലോക പരസ്യമല്ലേ, എല്ലാവർക്കും അറിയാം. അതൊരു സത്യമാണ്. പിന്നെ അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യം തന്നെ. പിന്നെ അതിനകത്ത് വിശ്വസിക്കണ്ട. പക്ഷേ അയ്യപ്പൻ ജനിച്ചില്ലെന്ന് ആരും പറയാല്ല. അത് 300 കൊല്ലത്തെ പഴക്കമല്ലേ ഉള്ളൂ. അങ്ങനെ പുലിപ്പാൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് അതിൽ വിശ്വസിച്ചോട്ടെ, നിങ്ങളതിന് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് പിണറായി ആകെ അതിൽ ഇടപെടാതിരിക്കാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചു കാലമായിട്ട് പി വി അൻവർ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചു. അൻവർ എന്ന് പറയുന്ന ആള് സ്ഥിരതയില്ലാത്തവന് പറയേണ്ടി വന്നത്. എനിക്ക് അതിനോട് പടക്കമൊന്നുമില്ല. കാരണം പിണറായി വിജയൻ്റെ കൂടത്തിൽ നിന്ന് എല്ലാ കച്ചവടത്തിനും കൂട്ടിനിന്ന് കൊടുത്ത ആളാണ് അൻവർ. എന്തോ കച്ചവടം സംബന്ധമായി ഉണ്ടായ തർക്കമാണ് അൻവറും പിണറായിയും കൂടെ തർക്കം ഉണ്ടായി പിരിഞ്ഞത്. പിണറായി എന്താണെന്ന് പുറത്ത് പറയുന്നില്ല, അൻവറും പറയുന്നില്ല. പറയട്ടെ, അൻവർ തൻ്റെ എന്തുകൊണ്ട് ഞാൻ പിണറായിയെ വിട്ടു പറയട്ടെ, പറയുന്നില്ലല്ലോ. ഇന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് തർക്കം പറയണ്ടേ, പിണറായിയും പറയുന്നില്ല. അപ്പോൾ അത് നല്ല കാര്യമല്ലെന്ന് അർത്ഥം, മനസ്സിലായോ? പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര ചൂടാകേണ്ട കാര്യം എന്താ? അറസ്റ്റ് വന്ന ആളിപ്പോൾ അയാൾക്ക് എത്ര വലിയ വികാരം കൊണ്ടിരിക്കും. എന്താ ഇത്ര അറസ്റ്റ് ചെയ്യുന്ന തെറ്റ്? ഒരു ഫോറസ്റ്റ് കൃഷിക്കാരൻ്റെ കാര്യമാണ്. കൃഷിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസ് തകർത്തുകയാണ് ഞാൻ അനുകൂലിക്കുന്നു. അൻവർ ചെയ്താൽ തലേ ശരിയാണ്. പക്ഷേ കേസ് പ്രതിയാൻ തയ്യാറാണ്, അതൊരു മര്യാദയാണ്. മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ അവിടെ വേറെ ഫോറസ്റ്റുകാർ പൂക്കരുതെന്ന് വെച്ചാൽ അവൻ്റെ ആഫീസ് അടിച്ച് പറയും ഞാൻ തകർത്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ ടോൾ ഗേറ്റിൽ മുഴുവൻ അടിച്ച് തകർത്തിച്ചല്ലേ വന്നേ. വൃത്തി കാണിച്ച് ക്ഷമിക്കരുത്, കൊടുക്കണം. പക്ഷേ അൻവർ അതിനൊരു കേസ് പ്രതിയാകാൻ എന്ന് വിഷമിക്കേണ്ട കാര്യം തന്നെ. മുഖ്യമന്ത്രി നോക്കിയാലും പ്രതിയായിരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഈ ഫോറസ്റ്റുകാരൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ, കേസെടുത്താൽ അയാൾ അൻവർ പ്രതിയാണ്. കോടതി വളരെ മാന്യത കാണിച്ച് അയാളെ ജാമ്യം കൊടുത്തല്ലോ. പിന്നെ നേരത്തെ വെറും 35,000 രൂപ കാശ് കെട്ടിവെച്ച് പൊക്കോളാൻ പറഞ്ഞു. കോടതി ഇതുകൊണ്ട് നീതി കാണിക്കണം. എന്നിട്ട് പിന്നെ അവനെന്തിനെ കണ്ട് ചാടുന്നു? അൻവറിൻ്റെ പോക്കൽ ശരിയല്ല. അൻവർ UDFന് ഒരു ബാധ്യതയായിരിക്കും, എഴുതിയിട്ടോട്ടെ. അതാ പറയാൻ പോകും.